ഒന്നും വിളിക്കണ്ട. എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത്. കർശനമായ ചില നിർദ്ദേശങ്ങളാണ്. അതായത് വല്യ തമ്പുരാട്ടി ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. ആ സ്വഭാവത്തിനനുസരിച്ച് എല്ലാരും നിന്നേ പറ്റൂ. തിരുവായ്ക്ക് എതിർവായില്ലാന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് വല്യ തമ്പുരാട്ടി. ഇങ്ങോട്ട് പറയുന്നതെല്ലാം നമ്മൾ അങ്ങ് കേട്ടോണം. അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല. പറഞ്ഞ ചെപ്പക്കുറ്റിക്ക് അടി കിട്ടും. ഇതെന്താ ഇങ്ങനെ? ആ, ഇതൊക്കെ ഇങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതെന്താ പട്ടാളച്ചിട്ട്? പട്ടാളച്ചിട്ടയല്ല, ഇത് തമ്പുരാട്ടി ചിട്ട. നിനക്കൊരു എല്ല് കൂടുതലാണെന്ന് മനസ്സിലായി. അത് തമ്പുരാട്ടി അങ്ങ് ഊരി എടുത്തോളൂ. എന്റെ എല്ലൂരെ കൊണ്ട് വാ. എടാ ഒന്ന് അടങ്ങി നിക്കടാ. അവന്റെ ഒരു തർക്കുത്തരം. വീടും പരിസരങ്ങളും വൃത്തിയായിരിക്കണമെന്ന് വല്യ തമ്പുരാട്ടിക്ക് നിർബന്ധം. എല്ലായ്പ്പോഴും ഈ പരിസരത്ത് ഇങ്ങനെ സുഗന്ധം പരന്നുകൊണ്ടേയിരിക്കും. ആരുടെ മുഖം വാടിയിരിക്കാൻ പാടില്ല. എല്ലാരും എപ്പോഴും സന്തോഷത്തിലായിരിക്കണം. പിന്നെ കരിക്കും വെള്ളം മാത്രമേ തമ്പുരാട്ടി കുടിക്കൂ. കദളിപ്പഴം എപ്പോഴും വേണം. ഇതാണ് ഭക്ഷണക്രമം. എല്ലാ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് ഞാൻ പുറകെ പറഞ്ഞോളാം. ആ, പിന്നെ ഞാൻ തമ്പുരാട്ടിയുടെ കാര്യസ്ഥയാണ്. നിങ്ങളത് മറന്നു വല്ലതും പറഞ്ഞ കച്ചറയാവും. പറഞ്ഞേക്കാം. എന്തായാലും അവര് പറയുന്നതൊക്കെ നമുക്ക് കേട്ടേക്കാം. പ്രതാപന്റെ അമ്മായിയമ്മയല്ലേ? അവര് അത്ര നിസ്സാരക്കാരിയല്ല. കേട്ടിട്ടൊരു സുമാറില്ലല്ലോ. എന്ത് പാടുപെട്ട ഈ വായിക്കുന്നേ. ഒരക്ഷരം മനസ്സിലാവുന്നില്ല. എന്തോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു. ഒന്നും വ്യക്തമായില്ലെങ്കിലും ശബ്ദം ഞാൻ കേട്ടു. ഈ രാമായണ കഥയൊക്കെ എനിക്കും അറിയാം. പക്ഷേ ഈ വായിക്കുന്നത് അങ്ങോട്ട് എനിക്ക് അത്ര മനസ്സിലാവുന്നില്ല. പോകരുത് മാഡം, അത് മാഡത്തിന്റെ അമ്മമ്മയാ. ധിക്കാരൊന്നും കാട്ടരുത്. അതെ, അത് തന്നെ ഞാനും പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും ഏത് കൊട്ടാരത്തിലെ തമ്പുരാട്ടിയാണെങ്കിലും ആ സരസ്വതി അമ്മേ എന്റെ അമ്മമ്മ തന്നെയാണല്ലോ. പക്ഷെ എന്തിനെത്ര ഹെഡ് വെയിറ്റ്, എന്തിനെത്ര ജാട? അവരൊക്കെ വലിയ ആളുകളല്ലേ മാഡം, കുറച്ച് ജാട കാണിച്ചോട്ടെ. വലിയ ആളുകളൊന്നേ ഇത്തരം തലക്കരം കാണിക്കാറില്ല. വലിയ ആളുകളാണെന്ന് ഭാവിക്കുന്നവരാ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന. അതുകൊണ്ട് ഞാൻ ആ മുറിക്കകത്തേക്ക് കയറാൻ പോവാ. എന്റെ സ്വന്തം അമ്മമ്മയാ, എനിക്ക് അമ്മമ്മയോട് സംസാരിക്കണം. ഈ അമ്മാമ്മ മാഡത്തെ വിളിക്കും, ഷുവർ. അപ്പൊ സംസാരിച്ച പോരെ? എനിക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല രാജു. എന്നാ അങ്ങോട്ട് ഇടിച്ചു കയറിച്ചല്ലേ. എന്നിട്ട് അമ്മമ്മയുടെ വായിന്നും കയ്യിന്നും ഒരു 3-4 വാങ്ങിച്ചു കേട്ട്. അതാണല്ലോ ശീലം. ആ, കിട്ടിക്കഴിഞ്ഞ് തിരികെ വന്ന് എന്റെ മുന്നിൽ നിന്ന് മോങ്ങരുത്. ഞാൻ ബോഡി ഗാർഡൊക്കെയാ, പക്ഷേ മനക്കരുത്തില്ല. മാഡം കരയുന്ന കണ്ടാ എനിക്കും വിഷമാവും. എന്തൊക്കെ പറഞ്ഞാലും ഇനി എന്നെ 2 തല്ലിയാലും ആ മുറിക്കകത്തിരിക്കുന്നതേ എന്റെ അമ്മയുടെ അമ്മ തന്നെയല്ലേ. പയ്യെ തിന്ന പനയും തിന്നാന്ന് മിസ്റ്റർ വേണു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മിസ്റ്റർ വേണു ആരാണെന്നറിയാലോ? എന്റെ അച്ഛൻ. അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ച് നിന്നൂടെന്ന എന്റെ ഒരു റിക്വസ്റ്റ്. ഇല്ല, പറ്റില്ല. ഞാൻ അകത്തേക്ക് കയറും. രാമായണം രാമന്റെ യാത്ര മാത്രമല്ല, അത് സീതായനം കൂടിയാണ്. രാമായണം രാത്രി മാഞ്ഞു പോണം. നിത്യജീവിതത്തിലേത് മാത്രമല്ല,
ലോകത്തിലെ തന്നെ ഇരുട്ട് മാഞ്ഞു പോണം. അതുകൊണ്ട് തന്നെയാണ് തോരാ മഴയുള്ള കറുത്ത കർക്കിടകങ്ങൾ രാമായണ മാസമായിട്ട് ആചരിക്കുന്നത്. അത് ശരി, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എന്തിനാ എന്നോട് ഗൗരവം എന്ന് എനിക്ക് അറിയണം. അതുകൊണ്ട് രാജു ഒന്ന് മാറ്. എനിക്ക് അമ്മമ്മയെ കാണണം. വിളിച്ചിട്ട് ചെല്ലുന്നതല്ലേ, അതിന്റെ ഒരു മര്യാദ. എന്നാണ് പ്രോഗ്രാം? 15-ാം തീയതി വൈകിട്ട് 7 മണിക്കാ. മറ്റാരൊക്കെ ഉണ്ട് ചടങ്ങില്? ഒന്ന് രണ്ട് സിനിമാ താരങ്ങളുണ്ട്. കൂടാതെ MLA ജയദേവ സാറും ഉണ്ട്. സാറിന് ഉദ്ഘാടനമല്ലേ, അത് കഴിഞ്ഞ സാറിന് പോവാം. 5-ാം തീയതി രാത്രി 8:30 മണിക്ക് എനിക്ക് മറ്റൊരു പ്രോഗ്രാം കൂടിയുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ വരാം. സമ്മേളനം കൃത്യം 7 മണിക്ക് തന്നെ തുടങ്ങണം. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കൃത്യം 7 തന്നെ തുടങ്ങിയിരിക്കും സാർ. ആയിക്കോട്ടെ. നിങ്ങൾ നേരെ സെക്രട്ടറിയേറ്റുള്ള എന്റെ ഓഫീസിലേക്ക് പോകണം. ഓഫീസിൽ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, മിസ്റ്റർ ബാലേന്ദ്രൻ. ശരി. അയാളോട് പറഞ്ഞ് എന്റെ പ്രോഗ്രാം ഡയറിയിൽ ഇത് കുറിപ്പിക്കണം. ശരി സാർ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. പൊക്കോ. ശരി സാർ. ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിക്കൊള്ളാം. ശരി സാർ. ശരി സാർ.